ലോകത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഈ ലോകത്തിൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? അധർമ്മം അല്ലെങ്കിൽ പാപം പെരുകുന്നതുകൊണ്ട്, നീതികേട് പെരുകുന്നതുകൊണ്ട്, ദൈവഭക്തി ഇല്ലാതായി മാറിയിരിക്കുന്നതുകൊണ്ട് പലരുടെയും സ്നേഹം തണുത്തു പോകും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായം 12-ാം വാക്യം. ഈ ലോകത്തിൻ്റെ അവസാന നാളുകളിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അധർമ്മം പെരുകും, അപ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ബൈബിളിലെ ഏറ്റവും ഗൗരവമേറിയ ഒരു പ്രവചനമായിട്ടാണ് ഈ ഒരു ഭാഗത്തെ അറിയപ്പെടുന്നത്. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അപ്പോൾ ഈ അധർമ്മം എങ്ങനെയാണ് പെരുകുന്നത്? അധർമ്മം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ ലംഘിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാതിരിക്കുക, സ്വന്തം ആലോചന പ്രകാരം നീങ്ങുക, ദൈവത്തിൻ്റെ വഴികൾക്ക് എതിരായിട്ടുള്ള വഴികളിൽ ചിന്തിക്കുകയും നീങ്ങുകയും ചെയ്യുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനും അതനുസരിക്കുന്നതിനും താല്പര്യമില്ലാത്തൊരവസ്ഥ, അവിടെ അധർമ്മം പെരുകും. അതുപോലെ മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാർത്ഥത വർദ്ധിക്കുമ്പോൾ ഈ ലോകത്തിൽ കുറ്റകൃത്യങ്ങൾ പെരുകി വരും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, ഓരോ ദിവസവും പത്രങ്ങളിലും ടി വിയിലും ഒക്കെ നമ്മൾ കാണുന്ന വാർത്തകൾ നമ്മളെ വളരെ ഞെട്ടിക്കുന്നതാണ്. വളരെ ഭീതി നിറഞ്ഞ ഒരു ലോകത്തിലാണ്. ഈ അന്ത്യനാളുകളിൽ മനുഷ്യൻ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ടാണ് പറയുന്നത് അധർമ്മം പെരുകും. അധർമ്മം പെരുകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും. പ്രിയമുള്ളവരെ, ഈ മെസ്സേജ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് സ്വയം വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ സ്നേഹം തണുത്തു പോയോ? മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ കുറയുമ്പോൾ, സ്നേഹം കുറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും പലപ്പോഴും കുറയുന്നു. നമ്മൾ പണ്ട് വചനം വായിച്ചിരുന്നത്, പണ്ട് പ്രാർത്ഥിച്ചിരുന്നത്, അതൊക്കെ എവിടെ പോയി? പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ആരാധിച്ചിരുന്നത്, കുടുംബ പ്രാർത്ഥനകൾ എവിടെ പോയി? വ്യക്തിപരമായി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അനേകം വിഷയങ്ങളുടെ മേൽ നമ്മൾ ജയം പ്രാപിച്ചത് എവിടെ പോയി? ആദ്യ സ്നേഹം തണുത്തുപോയി പലരുടെയും. ഈ അധർമ്മം പെരുകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വാക്ക് സ്നേഹം തണുത്തു പോകും എന്ന് പറയുന്നത്, ആ തണുത്തു പോകുമെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. ഒരു വെള്ളം തണുത്ത് ഐസ് കട്ടയായി മാറുന്ന, തണുത്ത് ഉറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അത് വളരെ പതിയെ നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തു വന്നു, നമ്മൾ ക്ഷീണിച്ചു, നമുക്ക് ബൈബിൾ വായിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാനും സമയമില്ല. നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യും, നമ്മളതിനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. അതിനെ നാളത്തേക്ക് നമ്മൾ നീട്ടിവെക്കും. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. എന്നിട്ട് ചടങ്ങിന് വേണ്ടി, പേരിന് വേണ്ടി നമ്മളൊരു പ്രാർത്ഥനയും ഒരു വചനവും വായിച്ചുകൊണ്ട് നമ്മൾ കിടന്നങ്ങ് ഉറങ്ങും. പിറ്റേ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെ ആവർത്തിക്കും. അടുത്ത ദിവസവും നമ്മൾ അതുപോലെ തന്നെ പ്രാർത്ഥന കുറയ്ക്കും, വചനം വായനയും കുറയ്ക്കും. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനയോടും താല്പര്യമില്ല, വചനം വായിക്കുന്നതിനും വളരെ പ്രാധാന്യമൊന്നുമില്ല, പേരിന് ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളത് കൊണ്ട് മാത്രം പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോഴാണ് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നത്. ദൈവത്തെ ഭയമില്ലാതെയാകും, ദൈവവചനം അനുസരിക്കണമെന്നുള്ള താല്പര്യം നഷ്ടമാകും, സ്നേഹം തണുത്തു പോകും. ദൈവത്തോടുള്ള സ്നേഹം ഈ പുറമേ കാണുന്ന വലിയ യുദ്ധങ്ങളും പുറമേ കാണുന്ന വലിയ അക്രമങ്ങളെക്കാളും വളരെ ഭീകരമാണ് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മൾ ഓരോരുത്തരോടും ഒരു പ്രവചനമായിട്ട് ദൈവം അയക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് സ്വർഗരാജ്യം നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ എന്തും നടന്നോട്ടെ, പക്ഷേ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മൾ പിന്മാറിപ്പോകരുത്. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നവരായിട്ട് മാറണം, ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിട്ട് മാറണം, എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. ദൈവം നമ്മുടെ വഴികളെ നടത്തട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ സ്നേഹം തണുത്തു പോകുന്നവരായിട്ട് മാറാതെ നമുക്ക് ദൈവസ്നേഹത്തിൽ ഓരോ ദിവസവും കത്തുന്നവരായിട്ട് മാറാം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു, യാഗപീഠത്തിലെ തീ ഒരിക്കലും കെട്ടുപോകരുത്. അതുകൊണ്ട് പുരോഹിതന്മാർ അത് ടേൺ അനുസരിച്ച് അവരത് കത്തിച്ചുകൊണ്ടേയിരിക്കും, അത് അണയുവാൻ അതിനെ അനുവദിക്കുകയില്ല. ഇതുപോലെ ഓരോ ദൈവ പൈതലിൻ്റെയും ഹൃദയത്തിനകത്തുള്ള അഗ്നി, ദൈവവചനത്തോടുള്ള ദാഹം, ദൈവത്തോടുള്ള തീഷ്ണത, അതെന്നും കത്തിക്കൊണ്ടേയിരിക്കണം. ഒരു നാളും അത് അണഞ്ഞു പോകരുത്.
അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും വചനം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് വീണ്ടും ശീലമാക്കി മാറ്റാം. ആദ്യ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരികെ വന്ന് നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.